നമ്മുടെ ലോകം കത്തുകയാണ്, അക്ഷരാർത്ഥത്തിൽ. പക്ഷെ നമ്മൾ വാർത്തകളിൽ കാണുന്ന ആ തീജ്വാലകൾക്കപ്പുറം ആരും കാണാത്തൊരു കണക്ക് പുസ്തകമുണ്ട്. ഇൻഷുറൻസ് കമ്പനികളുടെ രേഖകളിൽ പോലും പെടാത്ത ഭീമമായ നഷ്ടങ്ങളുടെ ഒരു കണക്ക്. അപ്പോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കാട്ടുതീയുടെ ആരും ശ്രദ്ധിക്കാത്ത ആ കാണാപ്പുറങ്ങളിലുള്ള സാമ്പത്തിക വശത്തെക്കുറിച്ചാണ്. 53 ബില്യൺ ഡോളർ. ഒന്ന് ആലോചിച്ചു നോക്കൂ, ഇതൊരു ചെറിയ സംഖ്യയല്ല. ഒരൊറ്റ ദുരന്തം, ഒരൊറ്റ കാട്ടുതീ വരുത്തിവെച്ച ഭീമമായ സാമ്പത്തിക നഷ്ടമാണിത്. ഇത് 2025 ലോസ് ആഞ്ചലസിന് വിഴുങ്ങിയ ആ വലിയ കാട്ടുതീയുടെ ഔദ്യോഗിക നഷ്ടക്കണക്കാണ്. ലോകമാധ്യമങ്ങളുടെയൊക്കെ തലക്കെട്ടുകളിൽ നിറഞ്ഞൊരു ദുരന്തം. പക്ഷേ സത്യത്തിൽ ഈ ഭീമമായ തുക കഥയുടെ ഒരു ചെറിയ ഭാഗം മാത്രമേ നമ്മളോട് പറയുന്നുള്ളൂ. അപ്പോ ശരിക്കും നമ്മൾ ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. ഈ തലക്കെട്ടുകൾ കാണുന്ന ഭീമൻ സംഖ്യകളുണ്ടല്ലോ, അതൊക്കെ കാട്ടുതീയുടെ ഒരു യഥാർത്ഥ ചിത്രം നമുക്ക് തരുന്നുണ്ടോ? അതോ ഇതിലും വലിയൊരു സത്യം നമ്മുടെ കൺമുന്നിന്ന് മറഞ്ഞു പോകുന്നുണ്ടോ? അതെ, യഥാർത്ഥ ചിത്രം കാണണമെങ്കിൽ നമ്മൾ ഈ ഇൻഷുറൻസ് കണക്കുകൾക്കൊക്കെ അപ്പുറത്തേക്കൊന്ന് നോക്കണം. കാരണം തലക്കെട്ടുകളിൽ വരാത്ത ചില കണക്കുകളുണ്ട്. സമൂഹത്തെ ഒരുപാട് കാലം വേട്ടയാടുന്ന ചില നഷ്ടങ്ങൾ. ഈയൊരു താരതമ്യം നമ്മളൊന്ന് ശ്രദ്ധിച്ചു നോക്കണം. ഒരു വശത്ത് ലോസ് ആഞ്ചലസ് വെറും 23,000 ഹെക്ടർ കത്തി നശിച്ചപ്പോഴേക്കും 53 ബില്യൺ ഡോളറിന്റെ നഷ്ടം രേഖപ്പെടുത്തി, അല്ലേ? ഇനി മറുവശത്തേക്ക് നോക്കൂ. ലോകം മുഴുവനായി 390 ദശലക്ഷം ഹെക്ടറാണ് കത്തി അമർന്നത്. പക്ഷെ അതിന്റെ സാമ്പത്തിക നഷ്ടം അതെവിടെയും രേഖപ്പെടുത്തിയിട്ടില്ല. എന്തായിരിക്കും ഈ വൈരുദ്ധ്യത്തിന് കാരണം? ഇതിന്റെ കാരണം എന്താണെന്ന് ഈയൊരു വാചകം വ്യക്തമാക്കുന്നുണ്ട്. അതായത്, ഇൻഷുറൻസ് കിട്ടുന്ന വീടുകൾക്കും കെട്ടിടങ്ങൾക്കും അപ്പുറം ഒരു വലിയ ലോകമുണ്ട്. നമ്മുടെ സമൂഹങ്ങൾ, നമ്മുടെ പ്രകൃതി, നമ്മുടെ ആരോഗ്യം, ഇതിനൊക്കെ ഉണ്ടാകുന്ന നഷ്ടങ്ങൾ, അതൊന്നും ഒരു കണക്കുപുസ്തകത്തിലും വരുന്നില്ല. ശരി, അപ്പൊ നമുക്ക് ലോസ് ഏഞ്ചൽസിൽ നിന്ന് മാറി ലോകം മുഴുവനുമുള്ള അവസ്ഥ എന്താണെന്ന് നോക്കാം. കാട്ടുതീ എന്ന ഈ ആഗോള പ്രതിസന്ധിയുടെ യഥാർത്ഥ വ്യാപ്തി എത്ര വലുതാണെന്ന് നമുക്ക് കാണാം. 390 ദശലക്ഷം ഹെക്ടർ. ഓർക്കാൻ പോലും പ്രയാസമുള്ളൊരു സംഖ്യയാണല്ലേ? 2025 മാത്രം ലോകമെമ്പാടും കാട്ടുതീയിൽ നശിച്ചത് ഇത്രയും ഭൂമിയാണ്. ഇതിന്റെ വലിപ്പം എത്രയാണെന്നറിയോ? യൂറോപ്യൻ യൂണിയന്റെ മൊത്തം കരഭൂമിയുടെ 92% വരുമിത്. അപ്പോ ഇത്രയും വലിയ നാശം എവിടെയാണ് ശരിക്കും സംഭവിക്കുന്നത്? നമ്മൾ പത്രങ്ങളിൽ കാണുന്ന യൂറോപ്പിലോ അമേരിക്കയിലോ ഒന്നുമല്ല. നമ്മൾ ഒരുപക്ഷെ പ്രതീക്ഷിക്കാത്ത ഒരിടത്താണ്. 2025 കത്തിയമർന്ന 390 ദശലക്ഷം ഹെക്ടറിൽ പകുതിയിൽ കൂടുതലും, അതായത് 246 ദശലക്ഷം ഹെക്ടറും ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലായിരുന്നു. ഒന്നാലോചിച്ചു നോക്കൂ. ആഫ്രിക്കയിലൊരു കാട് കത്തുമ്പോൾ അത് വെറുമൊരു തീപിടുത്തമല്ല, അതൊരു വലിയ മാനുഷിക ദുരന്തം കൂടിയാണ്. കാരണം അവിടെ കത്തിയമരുന്നത് വെറും മരങ്ങളല്ല, ഇൻഷുറൻസ് പരിരക്ഷയൊന്നുമില്ലാത്ത ലക്ഷക്കണക്കിന് സാധാരണ മനുഷ്യരുടെ ജീവിതമാണ്, അവരുടെ ഉപജീവന മാർഗങ്ങളാണ്, അവരുടെ സംസ്കാരമാണ്, അവരുടെ പ്രതീക്ഷകളാണ്. ഇതാണ് നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ട ഒരു കാര്യം. നമ്മുടെ സാമ്പത്തിക ശ്രദ്ധ എങ്ങോട്ടാണോ അവിടെയല്ല ഏറ്റവും വലിയ ദുരന്തം നടക്കുന്നത്. എവിടെയാണോ കോടികളുടെ ഇൻഷുറൻസ് ഉള്ളത് അങ്ങോട്ട് നമ്മുടെ ശ്രദ്ധ പോകുന്നു. പക്ഷേ യഥാർത്ഥ ദുരന്തങ്ങൾ, യഥാർത്ഥ നഷ്ടങ്ങൾ, അതൊക്കെ ഒരു കണക്കിലും പെടാതെ, ആരും അറിയാതെ നിശബ്ദമായി എരിഞ്ഞടങ്ങുകയാണ്. അപ്പോ എന്തുകൊണ്ടാണ് നമ്മുടെ ലോകം ഇങ്ങനെ കത്തുന്നത്? എന്തുകൊണ്ടാണ് ഈ കാട്ടുതീകൾ വർഷം കഴിയുന്തോറും കൂടുതൽ രൂക്ഷമായിക്കൊണ്ടിരിക്കുന്നത്? നമുക്കതിന്റെ കാരണങ്ങളിലേക്കൊന്ന് ഇറങ്ങിച്ചെല്ലാം. പ്രധാനമായും 4 കാരണങ്ങളാണ് ഇതിന് പിന്നിലുള്ളത്. ഒന്നാമത്തേത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ കാലാവസ്ഥാ വ്യതിയാനം. ചൂട് കൂടുന്നു, വരൾച്ച കൂടുന്നു. ഇത് കാടുകളെ ഒരു തീപ്പെട്ടി ഉരച്ചാൽ കത്തുന്ന അവസ്ഥയിലേക്ക് മാറ്റുന്നു. രണ്ടാമത്തേത് നമ്മുടെ ഭൂവിനിയോഗത്തിലെ മാറ്റങ്ങളാണ്. വനനശീകരണം പോലുള്ള കാര്യങ്ങൾ കാടിന്റെ സ്വാഭാവികമായ പ്രതിരോധശേഷി ഇല്ലാതാക്കുന്നു. മൂന്നാമത്തേത് തീർച്ചയായും മനുഷ്യന്റെ ഇടപെടലുകൾ തന്നെ. ഒരു ചെറിയ അശ്രദ്ധ മതി ഒരു വലിയ ദുരന്തത്തിന് തിരികൊളുത്താൻ. പിന്നെ നാലാമത്തേത് തീ പടരാനാവശ്യമായ ഇന്ധനം. അതായത് കാടുകളിൽ ഉണങ്ങിയ ഇലകളും മരങ്ങളും അടിഞ്ഞുകൂടുന്നത് തീയുടെ ശക്തി കൂട്ടുന്നു. അപ്പോ ഈ പ്രതിസന്ധിക്ക് മുന്നിൽ നമുക്ക് കയ്യും കെട്ടി നോക്കി നിൽക്കാനേ പറ്റുള്ളൂ? ഒരിക്കലുമില്ല. കാട്ടുതീയെ നമുക്ക് പ്രതിരോധിക്കാൻ സാധിക്കും. ഇതിന് വളരെ നല്ലൊരു മാതൃകയാണ് ഇന്ത്യ മുന്നോട്ട് വയ്ക്കുന്ന ചില മുൻകരുതൽ നടപടികൾ. ഇന്ത്യയുടെ ഈയൊരു തന്ത്രം 4 പ്രധാന കാര്യങ്ങളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഒന്നാമതായി പ്രതിരോധം, അതായത് പ്രാദേശിക സമൂഹങ്ങളെ കൂടെ നിർത്തി തീപിടുത്തങ്ങളുണ്ടാവാതെ നോക്കുക. രണ്ടാമത് കണ്ടെത്തൽ, പുതിയ സാങ്കേതികവിദ്യയൊക്കെ ഉപയോഗിച്ച് തീപിടുത്തമുണ്ടായാൽ അത് എത്രയും പെട്ടെന്ന് കണ്ടെത്തുക. മൂന്നാമതായി വിവരങ്ങൾ കൈമാറുക, തത്സമയ വിവരങ്ങൾ എല്ലാവർക്കും ലഭ്യമാക്കുക.
ഏറ്റവും പ്രധാനമായി നാലാമത്തേത് ജനപങ്കാളിത്തം. ഈ പോരാട്ടത്തിൽ ഓരോ വ്യക്തിയെയും പങ്കാളിയാക്കുക. ഇത് വ്യക്തമാക്കുന്നത് എന്താണെന്നാൽ നമ്മൾ ഒരുമിച്ച് ശ്രമിച്ചാൽ തീർച്ചയായും ഒരു മാറ്റം കൊണ്ടുവരാൻ സാധിക്കുമെന്നതാണ്. അപ്പോ നമ്മൾ തുടങ്ങിയിടത്തേക്ക് തന്നെ തിരിച്ചുവരാം. എന്താണ് ഒരു ദുരന്തത്തിന്റെ യഥാർത്ഥ വില? നമ്മൾ അതിനെ എങ്ങനെയാണ് ശരിക്കും അളക്കേണ്ടത്? കാട്ടുതീയുടെ യഥാർത്ഥ വിലയെന്നത് ഡോളറിലോ രൂപയിലോ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല. അത് നഷ്ടപ്പെട്ടുപോയ ജീവിതങ്ങളാണ്, നശിച്ചുപോയ പ്രകൃതിയാണ്, തകർന്നുപോയ ആരോഗ്യ സംവിധാനങ്ങളാണ്. എല്ലാത്തിനുമുപരി ഭാവിയിലെ ദുരന്തങ്ങളെ നേരിടാനുള്ള നമ്മുടെ കഴിവിന്മേലേൽക്കുന്ന ഒരു വലിയ പ്രഹരം കൂടിയാണ്. അപ്പോ അവസാനിപ്പിക്കുമ്പോൾ എന്റെ മനസ്സിൽ ഈ ഒരു ചോദ്യം മാത്രമാണുള്ളത്. ഇൻഷുറൻസിന്റെ കണക്കുകളിൽ വരാത്ത ഒരിടത്ത് ഒരു കാട് കത്തുമ്പോ ആ നഷ്ടം നമ്മുടേതു കൂടിയല്ലേ? ആ തീ അണയും വരെ അതിന്റെ പൊള്ളൽ നമുക്കെല്ലാവർക്കും ഏൽക്കുന്നില്ലേ? ഒന്നാലോചിച്ചു നോക്കൂ.